ഹായ് എവരി വൺ. നമുക്കറിയാം നമ്മുടെ JEE എക്സാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. CBT മോഡലാണ് നമ്മുടെ JEE എക്സാം നടക്കുക ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻ ആൻഡ് പേപ്പർ മോഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നോട്ടുകളൊക്കെ എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും മെജോറിറ്റി കുട്ടികൾ മോക്ക് എക്സാമുകൾ എഴുതുന്നതും ഓഫ്ലൈനായിട്ട് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡലായിരിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ആക്ച്വൽ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ CBT മോഡലിൽ തന്നെ മോഡൽ എക്സാമുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൈലം ടെസ്റ്റ് സീരീസ് XTS എന്നുള്ള പേരിൽ ഒരു എക്സാം സീരീസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ എക്സാം സീരീസ് എന്ന് പറയുന്നത് ഓരോ ഫേസുകളായി നിങ്ങളെ JEE മെയിൻ ഫേസ് 1നും ഫേസ് 2നും വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന രീതിയിലാണ് ഈ XTS ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 ഫേസിലായിട്ടാണ് നമ്മൾ XTS എക്സാം സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അത് ആ 4 ഫേസുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫേസ് 1-നകത്ത് നമ്മൾ മൊഡ്യൂൾ വൈസായിട്ട് ടോപ്പിക്കുകൾ കവർ ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ ഈ ഒരു എക്സാം സീരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഇതിൻ്റെ എൻറ്റയർ ഷെഡ്യൂൾ മന്ത്ലി വൈസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്നാലും ഫേസ് 1-ൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഡിസംബറോട് കൂടിയായിരിക്കും നമ്മൾ എൻറ്റയർ സിലബസ് മൊഡ്യൂൾ വൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ എക്സാമുകൾ മൊഡ്യൂൾ വൈസായിട്ടായിരിക്കും ഉണ്ടാവുക. ആക്ച്വൽ JEE പാറ്റേണിൽ തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും കമ്പൈൻഡ് എക്സാം ആക്ച്വൽ CBT മോഡൽ തന്നെയായിരിക്കും ഈ ഒരു എക്സാമിൽ നടക്കുക. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യുമുലേറ്റീവ് ആയിരിക്കും. അതായത് മൊഡ്യൂൾ 1-നകത്ത് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഫേസ് 2-ലേക്ക് എത്തുമ്പോഴത്തേക്കും ഫേസ് 2-ലെ ചോദ്യങ്ങളിൽ 75% ചോദ്യങ്ങളും മൊഡ്യൂൾ 2 ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. പക്ഷേ ആദ്യത്തെ മൊഡ്യൂളിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ മറന്നുപോകാൻ ചാൻസ് ഇല്ലേ? മറന്നുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 75% ചോദ്യങ്ങൾ മൊഡ്യൂൾ 2-ൽ നിന്നും 25% ചോദ്യങ്ങൾ മൊഡ്യൂൾ 1-ൽ നിന്നും ആയിരിക്കും. മൊഡ്യൂൾ 3-ലേക്ക് എത്തുമ്പോഴത്തേക്കും മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 കമ്പൈൻഡ് ആയിട്ട് 25% ചോദ്യങ്ങളും മൊഡ്യൂൾ 3-നെ ബേസ് ചെയ്തുകൊണ്ട് 75% ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ മൊഡ്യൂൾ എക്സാമുകൾ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. സോ ദാറ്റ് നിങ്ങൾ ആദ്യമേ പഠിച്ച ടോപ്പിക്കുകളൊന്നും മറന്നു പോകില്ല. അതിനുശേഷം ഫേസ് 2 കഴിഞ്ഞിട്ട് ഫേസ് 3 വരും. അതെപ്പോഴാണെന്നറിയോ? നമ്മുടെ ആക്ച്വൽ JEE മെയിൻ ഫേസ് 1-ന് ശേഷമാണ് നമ്മുടെ ഫേസ് 3 ഓഫ് XTS വരിക. അപ്പോൾ ഫേസ് 1 എക്സാം JEE എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടോപ്പിക്കുകളൊക്കെ ഞാൻ ഏറെക്കുറെ തറവാണ്, പക്ഷേ എനിക്കൊരു ഓവറോൾ റിവിഷനാണ് നമുക്കിനി വേണ്ടി വരിക. നിങ്ങളുടെ ഓവറോൾ റിവിഷൻ മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ XTS ഫേസ് 3 ഉണ്ടാവുക. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും അറിയോ? സബ്ജക്റ്റ് വൈസ് എക്സാമുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫിസിക്സിൻ്റെ 11th സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് എൻറ്റയർലി ഒരു ടെസ്റ്റ്, ഫിസിക്സ് 12നെ ബേസ് ചെയ്തിട്ട് ടെസ്റ്റ്, കെമിസ്ട്രി 11th, കെമിസ്ട്രി 12th, മാത്സ് 11, മാത്സ് 12, അങ്ങനെ 6 എക്സാമുകളായിരിക്കും സബ്ജക്റ്റ് വൈസ് ബേസിസിൽ നിങ്ങൾക്ക് ഫേസ് 3-ൽ ഉണ്ടാവുക. ആൻഡ് ഫേസ് 4 ഓഫ് XTS നമ്മുടെ JEE മെയിൻ ഫേസ് 2-ന് തൊട്ട് മുൻപ് ആക്ച്വൽ JEE പാറ്റേണിൽ 7ഓളം മോക്ക് എക്സാമുകൾ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ മുൻപോട്ട് പോകുന്നോ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആയിരിക്കും XTS എന്ന് പറയുക. ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ എക്സാം സീരീസിൻ്റെ XTSൻ്റെ പ്രോഗ്രഷനാണ് ഫേസ് ബൈ ഫേസ്. ഇനി ഈ എക്സാം സീരീസിന് വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓരോ മൊഡ്യൂളും കഴിയുന്ന ഡേറ്റും അതിനനുസരിച്ച് എക്സാം എന്നാണ് ഉണ്ടാവുക എന്നുള്ളതും ഒരു ഫുൾ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും വെൻ യു പർച്ചേസ് ദിസ് XTS. രണ്ടാമത്തെ കാര്യം, ഓരോ എക്സാം കഴിഞ്ഞിട്ടും വിത്തിൻ 2 hours നിങ്ങൾക്ക് നിങ്ങളുടെ എൻറ്റയർ സ്കോറും അതിനനുസരിച്ചുള്ള എൻറ്റയർ റാങ്കിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു കംപ്ലീറ്റ് എക്സാം അനാലിസിസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഉണ്ടാവും. അതായത് നിങ്ങൾ എക്സാം എഴുതിയ ശേഷം ഓരോ ചോദ്യത്തിൻ്റെ മുകളിലും എത്ര സമയം കളഞ്ഞു, എവിടെയാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുൾ അനാലിസിസ്, അതോടൊപ്പം തന്നെ ഓരോ ചോദ്യത്തിൻ്റെയും ഫുൾ റിട്ടേൺ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഫേസ് ബൈ ഫേസ് ആയിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ JEE മെയിൻ ഫേസ് 1-നെയും JEE മെയിൻ ഫേസ് 2-നെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് എൻറ്റയർ ടെസ്റ്റ് സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓവറോൾ നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റിൽ, കേരളത്തിൽ എവിടെയാണ് നമ്മളുടെ റാങ്കിങ് ഉണ്ടാവുക എന്നുള്ളൊരു ഏറെക്കുറെ ധാരണയും ഈ എക്സാം സീരീസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ XTS എക്സാം സീരീസിൻ്റെ പ്രൈസ് വരിക 1999 രൂപ മാത്രമാണ്. നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു CBT JEE മോഡൽ എക്സാം റീക്രിയേറ്റ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. സോ ഈ ഒരു അടിപൊളി ഫീച്ചർ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു XTS സീരീസ് നമ്മുടെ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഉഷാറായിട്ട് മോഡൽ എക്സാമുകൾ എഴുതി തന്നെ CBT മോഡൽ എഴുതി തന്നെ നമ്മുടെ JEE പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.